നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുറേ ദിവസമായി ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ വയർമാൻ പെർമിറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ തിരക്ക് തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ തിരക്കുകളിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ്. നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് അക്കാദമിയിൽ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പാടൂ. അതായത് നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കാര്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, പലരും പലതും പറയും. അതിൻ്റെ കൂടെ പോയാൽ നമ്മുടെ റിസൾട്ട് കൃത്യമായി കിട്ടിക്കൊള്ളണം എന്നില്ല. ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരെ അറിയിക്കുക. നമ്മളെപ്പോലെ മറ്റുള്ളവരും അവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. അവർ വയർമാൻ പെർമിറ്റ് എടുക്കട്ടെ, അവർ സി ക്ലാസ്സുകാരനാവട്ടെ, അതേപോലെ തന്നെ അവർ ബി ക്ലാസ്സുകാരനാവട്ടെ, ബി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുക്കട്ടെ, ഓട്ടോ കാഡ് പഠിക്കട്ടെ എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങൾ അറിയുന്ന മാക്സിമം ഗ്രൂപ്പുകളിൽ ഫ്രണ്ട്സ് അക്കാദമിയെ എത്തിക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ടെലിഫോണിക്കലി വിളിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ടെക്നിക്കൽ റീസൺസ് ഒരുപാടുണ്ട്, ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ആ മെസ്സേജിന് മറുപടി കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ടെലിഫോണിക്കലി വിളിച്ച് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ, നിങ്ങൾക്കൊരു എമർജൻസി കേസാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 3-4 തവണ ഒരേ നമ്പറിൽ നിന്ന് കോള് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എമർജൻസി കേസാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പെട്ടെന്നൊരു ഇഷ്യൂ വന്നു, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, ആ സമയത്തൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ ടെലിഫോണിക്കലി ഒരു തവണ വിളിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ തവണ വിളിക്കുക, രണ്ടാമത് വിളിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ തവണ വിളിക്കുക. മൂന്നാമത്തെ തവണ നമുക്കത് മനസ്സിലാവും, നമ്മളത് എടുക്കും, നിങ്ങൾക്ക് മറുപടി തരും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു തവണയോ 2 തവണ വിളിച്ച് കിട്ടിയില്ല, നിങ്ങൾക്ക് എമർജൻസി അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചിടുക, നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ടാവും. ഇലക്ട്രിക്കൽ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാം. അറിയുന്നതാണെങ്കിൽ അപ്പം തന്നെ മറുപടി തരും, അറിയാത്തതാണെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മറുപടി തരും. ഓക്കെ, അപ്പോൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി ക്ലാസ്സുകൾ, പുതിയ ബാച്ചുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് 4 വർഷം തികഞ്ഞവർക്കും, ഇനി ITA കഴിഞ്ഞവരാണെങ്കിൽ വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് 2 വർഷം തികഞ്ഞവർക്കും, ഇനി 10ാം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് 10 വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് പോലെ എഴുതാനും അതേപോലെ തന്നെ പഠിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാനും തയ്യാറാവണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷ വഴിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പരീക്ഷകൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമിക്കാനുള്ള മനസ്സുള്ളവരാണ് ബി ക്ലാസ് സൂപ്പർവൈസർ ആദ്യ അവസരത്തിൽ പാസ്സാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല ക്ഷമ കാണിക്കണം. കാരണം നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം കാര്യങ്ങൾക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ, കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആദ്യ അവസരത്തിൽ തന്നെ, രണ്ടാമത്തെ അവസരത്തിലല്ല നമ്മൾ പറയുന്നത്, അതിനുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
ആദ്യ അവസരത്തിൽ തന്നെ നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ പാസ്സാവും. ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ബി ക്ലാസ്, അതേപോലെ തന്നെ വയർമാൻ പെർമിറ്റ്, അതേപോലെ തന്നെ എ ക്ലാസ് ലൈസൻസുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക്, നിങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രിക്കൽ സംബന്ധമായ ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.